ദൈവ തിരുനാമത്തിന് മഹത്വമുണ്ടാവട്ടെ. ബൈബിൾ റീഡിങ്ങിൽ ആ പ്രോഗ്രാമിൽ സംബന്ധിക്കുന്ന എല്ലാവർക്കും കർത്തൃനാമത്തിൽ സ്നേഹവന്ദനം അറിയിക്കുന്നു. ഇന്ന് നമ്മൾ വായിച്ച് ധ്യാനിക്കുന്നത് വിശുദ്ധ യോഹന്നാൻ്റെ സുവിശേഷം 5-ാം അധ്യായമാണ്. യോഹന്നാൻ്റെ സുവിശേഷം 5-ാം അധ്യായത്തിൽ ബേത്സയിദ എന്ന ഒരു കുളത്തിൻ്റെ കരയിൽ കിടന്ന പക്ഷവാത രോഗിയായ ഒരുവന് കർത്താവ് സൗഖ്യം നൽകുന്ന സംഭവമാണ്. അതിനുശേഷം വലിയ ദൈവശാസ്ത്രപരമായ വലിയ കാര്യങ്ങളാണ് കർത്താവ് ഈ അധ്യായത്തിൽ പ്രതിപാദിക്കുന്നത്. അത് നമ്മൾ ഓരോ വാക്യങ്ങളും ശ്രദ്ധിച്ച് വായിച്ചെങ്കിൽ മാത്രമേ അതിൻ്റെ അർത്ഥം നമുക്ക് മനസ്സിലാക്കുവാൻ സാധിക്കുകയുള്ളൂ. അത് നമുക്ക് ഈ ബേത്സയിദയിലെ രോഗസൗഖ്യത്തെക്കുറിച്ച് ചിന്തിക്കാം. ബേത്സയിദ എന്ന വാക്കിന് കരുണയുടെ ഇടം എന്നർത്ഥമുണ്ട്. ആ കുളത്തിൽ വർഷത്തിലൊരിക്കൽ മാലാഖ വന്ന് വെള്ളം കലക്കുമെന്നും രോഗികളായിരിക്കുന്നവരിൽ ആദ്യം ഇറങ്ങുന്ന ആൾക്കാർ സൗഖ്യം ലഭിക്കുമെന്നും ഒക്കെ നമ്മളിവിടെ വായിക്കുന്നുണ്ട്. അങ്ങനെയൊരിടം, അതുകൊണ്ടായിരിക്കും അവിടെ കരുണയുടെ ഇടം എന്നർത്ഥമുള്ള ബേത്സയിദ എന്ന ഒരു പേര് അതിന് വരുവാൻ കാരണമായിട്ട് തീർന്നത്. ഇവിടെ നമ്മൾ വായിക്കുന്നത് 38 വർഷമായി തളർവാത രോഗിയായി അവിടെ കിടന്ന ഒരു മനുഷ്യനുണ്ട്. അവനെ സഹായിക്കുവാൻ ആരുമില്ല. 38 വർഷം ഒരു സ്ഥലത്ത് കിടക്കുക എന്ന് പറഞ്ഞാൽ നമ്മുടെ ഇപ്പോഴത്തെ ഭാഷയിൽ നമ്മൾ ചിന്തിച്ചാൽ അവൻ അവിടെയുള്ള എല്ലാ രോഗികളുടെ നേതാവായി കാണണം. കാരണം ഒരു സ്ഥലത്ത് തന്നെ 38 വർഷം വരുമ്പോൾ അത് 38 വർഷം ഇവിടെ വരുന്നവരെയും പോകുന്നവരെയും ഒക്കെ അവൻ കണ്ടിട്ടുണ്ടാവും. അവരോടൊക്കെ അവൻ ഇടപെട്ടിട്ടുണ്ടാവും, സംസാരിച്ചിട്ടുണ്ടാവും. ആ രോഗികളുടെയൊക്കെ അവിടെ കിടക്കുന്ന അല്ലെങ്കിൽ വരുന്ന എല്ലാ രോഗികളുടെയും ഒരു തലവനായിട്ട് നമുക്ക് ഈ മനുഷ്യനെ കാണാൻ പറ്റും. ഒരുപക്ഷെ അവനിപ്പം അവൻ്റെ പ്രതീക്ഷയും പ്രത്യാശയും ഒക്കെ നഷ്ടപ്പെട്ടിരിക്കുകയാണ്. പ്രതീക്ഷയും പ്രത്യാശയും നഷ്ടപ്പെട്ടവൻ്റെ അടുത്താണ് കർത്താവ് വരുന്നതെന്ന സത്യം ഇവിടെ നമ്മൾ മനസ്സിലാക്കുക. എത്ര വർഷം കഴിഞ്ഞാലും പ്രത്യാശ നഷ്ടപ്പെടുന്നവന് അവനെ സഹായിക്കുവാൻ, അവന് സൗഖ്യം നൽകുവാൻ കർത്താവ് സന്നദ്ധനാണ്. ഒരു കാര്യം കർത്താവുമായിട്ട് നമ്മളൊന്ന് കണ്ടുമുട്ടണം. ഇന്ന് നമ്മൾ കണ്ടുമുട്ടുന്നത് ആ വചനത്തിലൂടെയും ആരാധനയിലൂടെയുമാണല്ലോ. അവനെ സഹായിക്കാൻ ആരുമില്ല. അവന് വാസ്തവത്തിൽ ഇപ്പോൾ അവൻ ഉപേക്ഷിക്കപ്പെട്ടവനാണ്. സാധാരണയായി വിശ്വാസം മുഖാന്തരമാണ് കർത്താവ് ഇതുവരെ പലർക്ക് സൗഖ്യം കൊടുക്കുന്നതായി നമ്മൾ വായിച്ചത്. ഇതിനു മുമ്പ് പക്ഷവാത രോഗിയെ കൊണ്ട് വന്നവരുടെ വിശ്വാസം കണ്ടിട്ട്, രാജഭൃത്യൻ്റെ അവൻ്റെ രാജഭൃത്യൻ്റെ വിശ്വാസം കണ്ടിട്ട്, അങ്ങനെ ആളുകളുടെ വിശ്വാസത്താലാണ് സൗഖ്യം നൽകുന്നതെങ്കിൽ ഇവിടെ വിശ്വാസത്തിന് മുൻപ് സൗഖ്യം നൽകി സൗഖ്യം ഒരു വിശ്വാസത്തിന് കാരണമായിട്ട് മാറുന്നുമുണ്ട്. നമ്മുടെ കർത്താവിൻ്റെ ചോദ്യം, നിനക്ക് സൗഖ്യമാകാൻ താല്പര്യമുണ്ടോ? താല്പര്യമില്ലാത്തവന് കൊടുത്തിട്ട് കാര്യമില്ലല്ലോ. എന്നിട്ട് കർത്താവ് അവനോട് പറയുന്നു, നീ കിടക്കയെടുത്ത് നീ നടക്കുക. ഇന്ന് കർത്താവ് നമ്മളോടും ചോദിക്കുന്നുണ്ട്, മാറ്റപ്പെടുവാൻ, വ്യത്യാസപ്പെടുവാൻ നമുക്ക് മനസ്സുണ്ടോ? നമ്മളും അനേക വർഷങ്ങളായി നിരാശയിലും ദുഃഖത്തിലും ചെയ്യുന്ന പാപത്തിൽ തന്നെ വീണ്ടും വീണ്ടും നമ്മളിങ്ങനെ കിടക്കുന്നവരാണ്. ഇവനോട് ചോദിച്ച പോലെ കർത്താവിന് നമ്മളോട് ചോദിക്കുന്നു, സൗഖ്യമാകുവാൻ, വ്യത്യാസപ്പെടുവാൻ, രൂപാന്തരപ്പെടുവാൻ നിനക്ക് മനസ്സുണ്ടോ? മനസ്സുണ്ടെങ്കിൽ നമ്മെ വ്യത്യാസപ്പെടുത്തുവാൻ ദൈവം സന്നദ്ധനാണെന്ന് ഓർക്കുക. ഇന്ന് അവനോട് ചോദിച്ച ചോദ്യം ഇന്ന് നമ്മൾ ഓരോരുത്തരോടുമുള്ള ചോദ്യമാണ്.
അപ്പോൾ കർത്താവ് അവൻ പറഞ്ഞു ഉണ്ട്. അപ്പോൾ കർത്താവ് പറഞ്ഞു കിടക്കയെടുത്ത് നടക്കാൻ പറഞ്ഞു. സൗഖ്യമാകട്ടെ എന്നല്ല പറഞ്ഞ് നീ കിടക്കയെടുക്കുക. 38 വർഷമായി അവനെ ഭൂമിയോട് ബന്ധിപ്പിച്ച് കിടത്തിയ കിടക്കയെ അവനിന്ന് എടുക്കുകയാണ്. അവനെ ഇതുവരെ വഹിച്ച കിടക്കയെ അവനിനിയും എടുത്തുകൊണ്ട് പോകത്തക്കവണ്ണം സൗഖ്യദായകമായ അവസ്ഥയിലേക്ക് ആ മനുഷ്യൻ വരികയാണ്. മുമ്പൊരു പക്ഷവാത രോഗിയെ കവർന്നഭൂമിയിൽ സൗഖ്യമാക്കിയപ്പോഴും കർത്താവ് പറഞ്ഞത് തന്നെയാണ് കിടക്കയെടുത്ത് നടക്കുക. നമ്മളെയൊക്കെ ഭൂമിയോട് ബന്ധിപ്പിച്ചിരിക്കുന്ന, പാപത്തോട് ബന്ധിപ്പിച്ചിരിക്കുന്ന പല കിടക്കകളുണ്ട്. നമ്മുടെ മോഹങ്ങളും നമ്മുടെ ആഗ്രഹങ്ങളും നമ്മുടെ ദുരാഗ്രഹങ്ങളും ഒക്കെ ഭൂമിയോട് നമ്മളെ ബന്ധിപ്പിച്ചിട്ടുണ്ട്. ബന്ധിപ്പിച്ചിരിക്കുന്നതായ കിടക്കയാണ്. കിടക്കയ്ക്ക് അതിൻ്റേതായ സുഖമുണ്ട്. എല്ലാ പാപപ്രവൃത്തികൾക്കും അതിൻ്റേതായ സുഖമുണ്ട്. അതുകൊണ്ട് മാത്രമാണ് മനുഷ്യൻ വീണ്ടും അത് ആവർത്തിക്കുന്നത്. 2 പേർ കൂടിയിരുന്ന് മൂന്നാമതൊരാളുടെ കുറ്റം പറയുമ്പോൾ അവർക്കൊരു ആസ്വാദനം, അതിലൊരു സുഖം കണ്ടെത്തുന്നുണ്ട്. അപ്പോൾ അതുപോലെ അങ്ങനെയുള്ളതായ കിടക്കുകളെ നമ്മൾ ഇന്ന് എടുത്തുകൊണ്ട് നടക്കുന്ന ഒരു സാഹചര്യത്തിലേക്ക് വരണം. അത് കർത്താവ് സമീപിക്കും. കർത്താവിൻ്റെ ശബ്ദം കേൾക്കുമ്പോഴാണ് അത് സാധ്യമാവുക. ആ ശബ്ദമാണ് ദൈവവചനത്തിലൂടെ നമ്മൾ വായിക്കുമ്പോൾ നമ്മളോട് സംസാരിക്കുന്നത്. ഇതിലൂടെ നമ്മൾ വായിക്കുന്ന മറ്റൊന്ന്, സൗഖ്യമാക്കിയത് ആരാന്ന് അവൻ അറിഞ്ഞില്ല എന്നുള്ള. യേശുവിനെ അവന് മനസ്സിലായില്ല. ഒരാൾ വന്ന് ചോദിച്ചു, അവൻ്റെ ആഗ്രഹം അവൻ പറഞ്ഞു, പെട്ടെന്ന് അവനവിടെ സൗഖ്യം ലഭിക്കുന്നുമുണ്ട്. യേശു ശാപത്തിൽ അത് ചെയ്തു എന്നും പറഞ്ഞ് യഹൂദന്മാർ വളരെ നിശ്ചിതമായി അവരുടെ ചോദ്യം ചെയ്യുന്നുണ്ട്. അപ്പോൾ അവൻ പറഞ്ഞ യേശു പെട്ടെന്ന് ആൾക്കൂട്ടത്തിൽ അങ്ങ് മറഞ്ഞു എന്നാണ്. കാരണം കർത്താവിൻ്റെ സമയം ഇതുവരെ ആയിട്ടില്ല. അതുവരെ യഹൂദന്മാർക്ക് പിടികൊടുക്കാതെ മാറി നിൽക്കേണ്ടത് കർത്താവിൻ്റെ ആവശ്യമാണ്. അപ്പം ആ മനുഷ്യന് അങ്ങനെ സൗഖ്യമായി അവിടെ നിന്ന് പോകുന്നു. പിന്നീട് കർത്താവ് അവനെ കണ്ടപ്പോൾ കർത്താവ് അവനോട് സംസാരിക്കുന്നുണ്ട്. കർത്താവ് അവനോടൊരു കാര്യം മാത്രം പറഞ്ഞു വിടുന്നുണ്ട്. ദേവാലയത്തിൽ വെച്ച് കർത്താവ് പറഞ്ഞു, നീ സൗഖ്യം പ്രാപിച്ചിരിക്കുന്നു, മേലിൽ പാപം ചെയ്യരുത്. നിങ്ങൾക്ക് മോശമായതൊന്നും സംഭവിക്കാതിരിക്കാൻ മേലിൽ പാപം ചെയ്തു. അപ്പോൾ ആ മനുഷ്യൻ്റെ ആ രോഗത്തിന് കാരണം അവൻ്റെ പാപമായിരുന്നുവെന്ന് വ്യക്തമാണ്. എല്ലാ രോഗത്തിനും കാരണം പാപമല്ല. പക്ഷെ ഇവൻ്റെ രോഗത്തിന് കാരണം അവൻ്റെ പാപകരമായ ചില പ്രവൃത്തികളും ജീവിത രീതികളും ആയിരുന്നിരിക്കണം. അതുകൊണ്ട് കർത്താവ് പറഞ്ഞു, മോശം ഇനിയും മേലിൽ അത് ആവർത്തിക്കില്ല. ആദ്യ പാപം ചെയ്തതിനേക്കാൾ കഠിനമാണ് പാപത്തിൻ്റെ ആവർത്തനം. നമ്മളൊക്കെ അതാണ് സാധാരണ ചെയ്യുന്നത്. പാപം ചെയ്തിട്ടുണ്ട്, അത് നമ്മൾ ഏറ്റുപറഞ്ഞിട്ടുണ്ട്. പക്ഷേ അതേ പാപം വീണ്ടും വീണ്ടും നമ്മൾ ആവർത്തിക്കുന്നുമുണ്ട്. അതിന് നമ്മൾ മാനുഷിക ബലഹീനത, സാഹചര്യ സമ്മർദ്ദമെന്നൊക്കെ ന്യായീകരണം നമ്മൾ പറയാറുണ്ട്. അതിന് വ്യത്യസ്തമായി ഒരു ജീവിത രീതി, വിശദമായ ജീവിത രീതി ഈ ഭൂമിയിൽ നയിക്കുവാൻ നമ്മൾ നമ്മെ തന്നെ ഒരുക്കേണ്ടവരാണ്. പിന്നെ 17-ാം വാക്യത്തിൽ യേശു പറയുന്നു, ശാപത്തിൽ യേശു അത് ചെയ്തതിന് യഹൂദന്മാർ അത് ആ ഒറ്റ കാരണം കൊണ്ട് യേശുവിനെ അവിടെ ദേഷിച്ചു. അപ്പോൾ യേശു പറയുന്നുണ്ട്, അപ്പോഴോട് പറഞ്ഞു, എൻ്റെ പിതാവ് ഇപ്പോഴും പ്രവർത്തന നിരതനാണ്, ഞാനും പ്രവർത്തിക്കുന്നു. അവർ പറഞ്ഞത് 6 ദിവസം കൊണ്ട് കർത്താവ് സൃഷ്ടിച്ചു, 7-ാം ദിവസം ദൈവം സ്വസ്ഥമായിരുന്നു എന്ന് പറഞ്ഞാൽ ദൈവം കൈയും കെട്ടിയിരുന്നു എന്നുള്ള ചിന്തയിലാണ് അവർ 7-ാം ദിവസം ആരും ഒരു ജോലിയും ചെയ്യാൻ പാടില്ല എന്നൊക്കെ ഉള്ള നിയമം കൊണ്ടുവന്ന്. യേശു പറയുന്നു, ആ 7-ാം ദിവസമാണ് എന്ന് പറയുന്നത് തൻ്റെ സ്നേഹം താൻ ആ സൃഷ്ടികർമ്മത്തിൽ നിന്ന് വിരമിച്ചു എന്ന് മാത്രമാണ് അതിനർത്ഥം. യേശു പറയുന്നു, പിതാവ് ഒരിക്കലും അവൻ വിശ്രമിക്കുന്നവനല്ല. നമ്മൾ നോക്കുക, ശാപത്തിൽ സൂര്യൻ ഉദിക്കുന്നുണ്ട്, നദികൾ ഒഴുകുന്നുണ്ട്, ജനനവും മരണവും ഒക്കെ സംഭവിക്കുന്നില്ലേ? ഇതൊക്കെ പ്രവർത്തിക്കുന്നവനാരാ? ഇതിൻ്റെയൊക്കെ പിന്നിൽ ദൈവം മാത്രമാണ്. ദൈവത്തിൻ്റെ കരുണ
അനവരതം ഒഴുകിക്കൊണ്ടിരിക്കുക. അതിന് ഞായറാഴ്ചയെന്നോ സാബതെന്നോ മറ്റു ദിവസങ്ങളെന്നോ വ്യത്യാസമില്ല. അപ്പം അതുപോലെ എൻ്റെ പിതാവിൻ്റെ പ്രവർത്തനങ്ങൾ ദിവസം നോക്കാതെ എന്നതുപോലെ ഞാനും ദിവസം നോക്കാതെ പ്രവർത്തിക്കുന്നു എന്നുള്ളതാണ് കർത്താവ് പറയുന്നതിൻ്റെ അർത്ഥം. അപ്പം അങ്ങനെ ആ മനുഷ്യൻ സൗഖ്യം പ്രാപിച്ച് അവിടെ നിന്ന് പോകുന്നു. ഇനി 19-ാം വാക്യം മുതൽ നമ്മൾ വായിക്കുന്നത്, അത് ഓരോ വാക്യങ്ങളും വളരെ ശ്രദ്ധിച്ച് നമ്മൾ സൂക്ഷിക്കേണ്ടതാണ്. അത് മുഴുവൻ നമുക്ക് ഇന്നത്തെ വിടുകയാണെങ്കിൽ ഇപ്പോൾ മണിക്കൂറുകളോളം വേണം. എന്നാൽ അതിൻ്റെ പ്രധാനപ്പെട്ട ഭാഗങ്ങൾ മാത്രം നമുക്ക് ചിന്തിച്ചു പോകാം. യേശു പറഞ്ഞു, സത്യമായിട്ട് ഞാൻ നിങ്ങളോട് പറയുന്നു, സത്യം സത്യമായി. കർത്താവ് പലപ്പോഴും ഉപയോഗിക്കാറുള്ളൊരു വാക്കാണ് സത്യം സത്യമായി എന്ന് പറഞ്ഞാൽ അത് ഉറപ്പിച്ച് പറയുകയാണ്. സത്യത്തെ കൂടുതൽ ഞാൻ പറയുന്നത് പൂർണ്ണമായും സത്യമാണ് എന്ന് മനസ്സിലാക്കാൻ വേണ്ടിയാണ് കർത്താവ് സത്യം സത്യമായി എന്ന വാക്ക് ഇവിടെ ഉപയോഗിക്കുന്നത്. പിതാവ് ചെയ്യുന്നതല്ലാതെ പുത്രന് സ്വന്തമായി ഒന്നും ചെയ്യുവാൻ കഴിയില്ല. പുത്രൻ്റെ ഇഷ്ടമല്ല ചെയ്യുന്നത്. ഇത് ഈ ഒരു വാക്യമൊക്കെ എടുത്തിട്ടാണ് ആദ്യകാലങ്ങളിൽ പുത്രൻ പിതാവിന് സമനല്ല എന്നൊക്കെ അവരെ വിശ്വാസവേദികൾ വാദിച്ചത്. എന്നാൽ അതിൻ്റെ തൊട്ടടുത്ത് തന്നെ യേശു പറയുന്നുണ്ട്, പിതാവ് ചെയ്യുന്നതെല്ലാം അപ്രകാരം തന്നെ പുത്രനും ചെയ്യുന്നു. എന്തെന്നാൽ പിതാവ് പുത്രനെ സ്നേഹിക്കുകയും താൻ ചെയ്യുന്നതെല്ലാം അവന് കാണിക്കുകയും ചെയ്യുന്നു എന്ന് യേശു ക്രിസ്തു വ്യക്തമായിട്ട് ഇവിടെ പറയുന്നുമുണ്ട്. പിതാവും പുത്രനും സാരാംശത്തിലും പ്രവർത്തനത്തിലും ഒന്നാകയാൽ പിതാവിൻ്റെ പ്രവൃത്തി ഒന്ന്, പുത്രൻ്റേത് വേറൊന്നൊരിക്കലും വേർതിരിക്കാനാവില്ല. ഉദാഹരണമായി സൂര്യൻ്റെ ഉള്ളിൽ കിരണങ്ങളുള്ളതുപോലെ സൂര്യൻ്റെ ജോലിയും അതിൻ്റെ സൂര്യകിരണത്തിൻ്റെ ജോലിയും വ്യത്യസ്തമാണെന്ന് ആർക്കും വേർതിരിക്കാനാവില്ല. രണ്ടും ഒന്ന് തന്നെയാണ്. ഇതുവരെയാണ് പിതാവും പുത്രനും. അതുകൊണ്ട് പിതാവ് ചെയ്യുന്നവയെ അപ്രകാരം തന്നെ പുത്രനും ചെയ്യുന്നു എന്നു പറഞ്ഞാൽ പിതാവിൻ്റെ ഉദ്ദേശം എന്തോ അതുതന്നെയാണ് പുത്രൻ്റെ ഉദ്ദേശവും. പിതാവിൻ്റെ പ്രവൃത്തി എന്താണോ അതാണ് പുത്രൻ്റെ പ്രവൃത്തിയും. എന്നുപറഞ്ഞാൽ താനും പിതാവും ഒന്നാണ് എന്നുള്ള പരിശുദ്ധ ത്രിത്വത്തിൻ്റെ ആ യൂണിറ്റി ഇവിടെ വളരെ വ്യക്തമായി യേശു തമ്പുരാൻ ഇത് പറയുന്നുണ്ട്. ഇത് വലിയ ആഴമായി ചിന്തിക്കേണ്ട വേദഭാഗങ്ങൾ കൂടിയാണ്. ഇനി അതിൻ്റെ 22-ാം വാക്യത്തിൽ വരുമ്പോൾ, പുത്രനെ ബഹുമാനിക്കാത്തവൻ താൻ അയച്ച പിതാവിനെയും ബഹുമാനിക്കുന്നില്ല. പിതാവിനെ ആദരിക്കുന്ന പോലെ എല്ലാവരും പുത്രനെയും ആദരിക്കേണ്ടതിനാണ് എന്ന് യേശു തമ്പുരാൻ ഇവിടെ പറയുന്നുണ്ട്. ന്യായവിധിയെല്ലാം അവൻ പുത്രനെ ഏൽപ്പിച്ചിരിക്കുന്നു. ന്യായം വിധിക്കാനുള്ള അധികാരം പിതാവിനാണ്, അത് പുത്രനെ ഏൽപ്പിക്കുന്നത്. ഞാനും പിതാവ് ഒന്നാണെന്ന് കാണിക്കാൻ യേശു തമ്പുരാൻ ഇത് പറയുന്നു. 24 മുതൽ 29 വരെയുള്ള വാക്യങ്ങൾ മരണാനന്തര ജീവിതത്തെക്കുറിച്ചുള്ള യേശുവിൻ്റെ ഒരു വലിയ പ്രഖ്യാപനമാണ്. ഇവിടെ 2 മരണത്തെക്കുറിച്ച് പറയുന്നുണ്ട്. ഒന്ന് ആത്മീയ മരണവും 2 ശരീരത്തിൻ്റെ ആ മരണവും, ആത്മാവിൻ്റെ പുനരുദ്ധാനവും ശരീരത്തിൻ്റെ പുനരുദ്ധാനവും. ഈ 24 മുതൽ 29 വരെയുള്ള വാക്യങ്ങളാണ് സാധാരണയായി വിശ്വാസികൾ മരിച്ചു പോകുമ്പോൾ വിശുദ്ധ കുർബാനയിൽ വായിക്കുന്ന ഏവങ്കേലിയൻ ഭാഗമാണിത്. 3, 9, 30, 40 അവരുടെ ഓർമ്മ ദിവസങ്ങളൊക്കെ വരുമ്പോൾ ഈ വേദഭാഗമാണ് ഏവങ്കേലിയനായിട്ട് പള്ളികളിൽ സാധാരണയായി വായിക്കുന്നത്. അവിടെ സത്യം 24-ാം വാക്യം, സത്യം സത്യമായി ഞാൻ നിങ്ങളോട് പറയുന്നു, എൻ്റെ വചനം കേൾക്കുകയും എന്നെ അയച്ചവനെ വിശ്വസിക്കുകയും ചെയ്യുന്നവന് നിത്യജീവനുണ്ട്, അവന് ശിക്ഷാവിധി ഉണ്ടാകുന്നില്ല. പ്രത്യുത അവൻ മരണത്തിൽ നിന്ന് ജീവനിലേക്ക് കടന്നിരിക്കുന്നു. ഞാൻ സത്യമായി നിങ്ങളോട് പറയുന്നു, മരിച്ചവർ ദൈവപുത്രൻ്റെ സ്വരം ശ്രവിക്കുന്ന സമയം വരുന്നു, അല്ല അത് ഇപ്പോൾ തന്നെയാകുന്നു, വന്നു കഴിഞ്ഞു. ആ സ്വരം കേൾക്കുന്നവർ ജീവിക്കും.
എന്തെന്നാൽ പിതാവിന് തന്നെ തന്നെ ജീവനുള്ളതുപോലെ പുത്രന് തന്നെ തന്നെ ജീവനുണ്ടാകാൻ തക്കവണ്ണം അവിടുന്ന് വരം നൽകിയിട്ടുണ്ട്. ഇത് നമ്മൾ ഇപ്പോൾ ജീവിച്ചിരിക്കുന്ന മനുഷ്യൻ ആത്മമരണം പ്രാപിച്ചവൻ വീണ്ടും ജീവനിലേക്ക് വരുന്ന അവസ്ഥയാണ്. ഇതാണ് മാമോദീസയിൽ സംഭവിക്കുന്നത്. ഒരു മരണവും പുനരുത്ഥാനവും നമുക്ക് സംഭവിക്കുന്നുണ്ട്. സ്നാനത്തൊട്ടിയിൽ ഒരു കുഞ്ഞ് ഇറങ്ങുമ്പോൾ യേശുവിനോടുകൂടി മരിച്ചടക്കപ്പെടുകയും അവിടെ നിന്ന് എഴുന്നേൽക്കുമ്പോൾ കർത്താവിൻ്റെ പുനരുത്ഥാനത്തിന് പങ്കുവഹിച്ച് കർത്താവിൻ്റെ സഭാഗാത്രത്തിലെ ഒരു അവയവമായി നമ്മൾ മാറ്റപ്പെടുകയും ചെയ്യുന്നു. പിന്നീട് ഒരു വിശ്വാസിക്ക് മരണമെന്നൊന്നില്ല. അതുകൊണ്ടാണ് വിശ്വാസം മരിക്കുമ്പോൾ വാങ്ങിപ്പോയവർ ഡിപ്പാർട്ടഡ് പേഴ്സൺ എന്ന് പറയാനുള്ള കാരണം അതാണ്. അവർ പിന്നെ നിത്യം ജീവിക്കുന്ന അവസ്ഥയിലേക്ക് അവർ പ്രവേശിക്കുന്നതാണ്. ആ സമയം വന്നു കഴിഞ്ഞു, അതിപ്പോൾ തന്നെയും ആകുന്നു എന്ന് പറയാനുള്ള കാരണം. അപ്പോൾ കർത്താവിനോട് നമ്മൾ സ്നാനം മുഖാന്തരം ചേർക്കപ്പെടുമ്പോൾ അവിടെ സംഭവിക്കുന്നു. പിന്നെ ഇനി പറയുന്നത് ശരീരത്തിൽ മരിച്ചവരുടെ പുനരുത്ഥാനത്തെക്കുറിച്ചാണ്. 27 വാക്യം, മനുഷ്യപുത്രനായതുകൊണ്ട് വിധിക്കാനുള്ള അധികാരം അവൻ നൽകിയിരിക്കുന്നു. ഇതിൽ നിങ്ങൾ ഇത് വിസ്മയിക്കേണ്ട. എന്തെന്നാൽ കല്ലറകളിലുള്ളവരെല്ലാം അവൻ്റെ സ്വരം ശ്രവിക്കുന്ന സമയം വരുന്നു. അപ്പോൾ നന്മ ചെയ്തവർ ജീവന് വേണ്ടി, തിന്മ ചെയ്തവർ ദണ്ഡവിധിക്കായി പുനരുത്ഥാനം ചെയ്യും. അത് മരിച്ച് സംസ്കരിക്കപ്പെട്ടവരുടെ കാര്യത്തെക്കുറിച്ചാണ്. ശരീരപ്രകാരം മരിച്ച്, അതുകൊണ്ടാണ് വിശ്വാസികൾ മരിച്ചവരുടെ ഓർമ്മ ദിവസം ഈ ഭാഗം എവങ്കേലിയനായിട്ട് വായിക്കാനുള്ള കാരണം. അവിടെ 2 മരണത്തെക്കുറിച്ചും 2 പുനരുത്ഥാനത്തെക്കുറിച്ചുമാണ് പറയുന്നത്. ഒന്ന് ആത്മാവിൻ്റെ മരണവും ആത്മാവിൻ്റെ പുനരുത്ഥാനവും, അത് സ്നാനത്തിൽ സംഭവിക്കുന്നു. രണ്ടാമത് ശരീരത്തിൻ്റെ മരണവും ശരീരത്തിൻ്റെ പുനരുത്ഥാനവും, അതാണ് മരിച്ച് അടക്കപ്പെട്ടവർക്കുള്ളത്. ആ 2 പുനരുത്ഥാനത്തെക്കുറിച്ചാണ് 24 മുതൽ 29 വരെയുള്ള വാക്യങ്ങൾ നമ്മൾ വായിക്കുന്നത്. ഇത് വായിക്കുമ്പോൾ പലരും സംശയം ചോദിച്ചിട്ടുണ്ട്. മരിച്ചവർ ഉയർക്കും, അത് ഇപ്പോൾ തന്നെ ആകുന്നു, ഇപ്പോൾ തന്നെ അവർ അങ്ങനെയാണ്, അവരെ ഉയർത്തെഴുന്നേറ്റ് കണ്ടില്ലല്ലോ എന്ന് പലരും സംശയം ചോദിച്ചിട്ടുണ്ട്. അതൊക്കെ ഞാൻ പറഞ്ഞ ഒന്ന്, അത് ആത്മാവിൻ്റെ മരണവും പുനരുത്ഥാനവുമാണ് ആദ്യം പറയുന്നത്. ഇനി നമ്മൾ 30 മുതലുള്ള വാക്യങ്ങൾ യേശുവിൻ്റെ സാക്ഷ്യമാണ്. സ്വമേധയാ ഒന്നും ചെയ്യാൻ എനിക്ക് സാധിക്കുകയില്ല. ഞാൻ ശ്രവിക്കുന്നത് പോലെ ഞാൻ വിധിക്കുന്നു. എൻ്റെ വിധി നീതിപൂർവമാണ്. കാരണം എൻ്റെ ഇഷ്ടമല്ല, എന്നെ അയച്ചവൻ്റെ ഇഷ്ടമാണ് ഞാൻ അന്വേഷിക്കുന്നത്. ഇതും സ്വമേധയാ ഞാൻ സ്വയമായിട്ടൊന്നും ചെയ്യുന്നില്ല എന്ന് പറയുമ്പോൾ അവൻ പിതാവിനേക്കാൾ കുറഞ്ഞവനാണെന്നും പറഞ്ഞ വേദവിരീതികൾ ഇതേ വാക്യങ്ങൾ ആദ്യകാലങ്ങളെടുത്ത് ഉപയോഗിച്ചിട്ടുണ്ട്. പക്ഷേ യേശു പിന്നെ ചേർന്ന് പറയുന്നുണ്ട്, എൻ്റെ ഇഷ്ടമല്ല, എന്നെ അയച്ചവൻ്റെ ഇഷ്ടം എന്ന് പറഞ്ഞാൽ ഞാനും എന്നെ അയച്ചവനും ഒന്നാണ്, ഞങ്ങളുടെ ഇഷ്ടവും ഒന്നാണെന്നാണ് യേശു പറയുന്നതിൻ്റെ അർത്ഥം. 31 വാക്യങ്ങളെ തന്നെക്കുറിച്ച് പറയുന്ന സാക്ഷ്യത്തെക്കുറിച്ചാണ് യേശു പറയുന്നത്. സ്നാപകയോഹന്നാൻ നടത്തിയ സാക്ഷ്യത്തെക്കുറിച്ചാണ്. യേശു പറഞ്ഞു, എന്നെക്കുറിച്ച് സാക്ഷ്യപ്പെടുത്തുന്നെങ്കിൽ, ഞാൻ എന്നെക്കുറിച്ച് സാക്ഷ്യപ്പെടുന്നെങ്കിൽ സാക്ഷ്യം സത്യമാകണമെന്നില്ല. എന്നെക്കുറിച്ച് സാക്ഷ്യം നൽകുന്ന വേറൊരാളുണ്ട്. എന്നെക്കുറിച്ചുള്ള അവൻ്റെ സാക്ഷ്യം സത്യമാണെന്ന് എനിക്കറിയാം. നിങ്ങൾ യോഹന്നാൻ്റെ അടുത്തേക്ക് ആളയച്ചു, അവൻ സത്യത്തിന് സാക്ഷ്യം നൽകുകയും ചെയ്തു. യോഹന്നാനാണ് യേശുവിനെക്കുറിച്ച് സാക്ഷ്യം പറഞ്ഞത്. അവൻ കത്തിജ്വലിക്കുന്ന ഒരു വിളക്കായിരുന്നു എന്നും അവൻ അല്പസമയത്തേക്ക് അവൻ്റെ ആ പ്രകാശത്തിൽ ആഹ്ലാദിക്കാൻ നിങ്ങൾ ഒരുക്കമായിരുന്നെന്നും ഒക്കെ യേശു ഇവിടെ ഇത് പറയുന്നു. യോഹന്നാൻ വാസ്തവത്തിൽ വലിയ വെളിച്ചമായിരുന്നു. ദൈവത്താൽ അയക്കപ്പെട്ട മനുഷ്യനായിരുന്നു. സത്യത്തിനും നീതിക്കും വേണ്ടി നിലനിന്നവനാണ്. സത്യത്തിനും നീതിക്കും വേണ്ടി പറഞ്ഞതിൻ്റെ പേരിൽ വധിക്കപ്പെട്ടയാളുമാണ്. അങ്ങനെയുള്ളവർ വാസ്തവത്തിൽ വലിയ വിളക്കാണ്. കാരണം നേരത്തെ നമ്മൾ ചിന്തിച്ചു, ദൈവമാണ് യഥാർത്ഥ പ്രകാശം. ആ ദൈവത്തോട് ചേർന്ന് നിൽക്കുന്നവന് ആ പ്രകാശത്തിൽ നിന്ന് ഉള്ള പ്രകാശം സ്വീകരിക്കാൻ സാധിക്കുന്നു. സൂര്യനും ചന്ദ്രനും നമ്മൾ നേരത്തെ ഇതൊക്കെ ചിന്തിച്ചതാണ്. സൂര്യൻ സ്വയം പ്രകാശം, ചന്ദ്രൻ സൂര്യനിൽ നിന്ന് ലഭിക്കുന്ന ആ വെളിച്ചം കൊണ്ട് പ്രകാശിക്കുന്നത് പോലെ. യേശു പറയുന്നു, യോഹന്നാനേക്കാൾ വലിയ സാക്ഷ്യം എനിക്കുണ്ട്.
എന്തെന്നാൽ ഞാൻ പൂർത്തിയാക്കാനായി പിതാവ് എന്നെ ഏൽപ്പിച്ച ജോലികൾ ഞാൻ ചെയ്തുകൊണ്ടിരിക്കുന്ന ജോലികൾ തന്നെ പിതാവാണ് എന്നെ അയച്ചതെന്ന് സാക്ഷ്യപ്പെടുത്തുന്നു. എന്നെ അയച്ച പിതാവ് തന്നെ എന്നെക്കുറിച്ച് സാക്ഷ്യപ്പെടുത്തിയിരിക്കുന്നു. അത് നമ്മൾ സ്നാനസമയത്ത് കണ്ടാൽ ഇവനെൻ്റെ പ്രിയപുത്രൻ, ഇവനെ ഞാൻ പ്രസാദിച്ചിരിക്കുന്നു എന്ന് പിതാവായ ദൈവം തന്നെ എന്നെക്കുറിച്ച് സാക്ഷ്യപ്പെടുത്തിയതാണ്. എന്നിട്ട് പറയുന്നു, അവിടുത്തെ സ്വരം നിങ്ങളൊരിക്കലും കേട്ടിട്ടില്ല, രൂപം നിങ്ങൾ കണ്ടിട്ടുമില്ല. അവിടുന്ന് അയച്ചവനെ നിങ്ങൾ വിശ്വസിക്കാത്തത് കൊണ്ട് അവിടുത്തെ വചനം നിങ്ങളിൽ വസിക്കുന്നുമില്ല. പിതാവായ ദൈവത്തെ ആരും നേരിൽ കാണുന്നില്ല, നേരിൽ കേൾക്കുന്നില്ല. അത് കാണുകയും കേൾക്കുകയും ചെയ്യുന്ന പുത്രൻ തമ്പുരാനിലൂടെയാണ്. അപ്പോൾ പിന്നെ കർത്താവ് പറയുന്ന ഇതാണ്, വിശുദ്ധ ലിഖിതങ്ങളിൽ നിങ്ങൾ പഠിക്കുന്നു, എന്തെന്നാൽ അവയിൽ നിത്യജീവനുണ്ടെന്ന് നിങ്ങൾ വിചാരിക്കുന്നു. അവ തന്നെയാണ് എന്നെക്കുറിച്ച് സാക്ഷ്യം നൽകുന്നത്. എന്നിട്ടും നിങ്ങൾ ജീവനുണ്ടാകേണ്ടതിന് എൻ്റെ അടുത്തേക്ക് വരുവാൻ നിങ്ങൾ വിസമ്മതിക്കുന്നു. വിശുദ്ധ ലിഖിതം പഴയ നിയമത്തിലുണ്ട്. അത് മോശ മുഖാന്തരം കൊടുത്തതാണ്, ദൈവവചനമാണെന്ന് അവർ വിശ്വസിക്കുന്നുണ്ട്. എന്നാൽ യേശു തമ്പുരാൻ പറയുന്നത് ദൈവവചനമാണെന്ന് അവർക്ക് വിശ്വസിക്കുവാൻ സാധിക്കുന്നുമില്ല. യേശുവിനെ അവർ ഇങ്ങനെ വിമർശിക്കുകയാണ്. അപ്പോൾ ദൈവത്തെക്കുറിച്ചുള്ള സകല സാക്ഷ്യങ്ങളും സകല സത്യവും ദൈവവചനത്തിൽ അടങ്ങിയിരിക്കുന്നു എന്നുള്ളത് ഇവിടെ വ്യക്തം. അത് നമ്മൾ വായിക്കുകയും ധ്യാനിക്കുകയും ചിന്തിക്കുകയും ചെയ്യുമ്പോഴാണ് ദൈവാത്മാവ് നമ്മിൽ ഇടപെട്ടിട്ട് ആ ദൈവത്തെക്കുറിച്ച് പൂർണ്ണമായി നമുക്ക് മനസ്സിലാക്കുവാൻ സാധിക്കുന്നത്. അതൊന്നോ രണ്ടോ അഞ്ചോ പത്തോ പ്രാവശ്യം വായിച്ചുകൊണ്ടൊന്നും ആവില്ല. നമ്മളത് നിരന്തരം വായിക്കുകയും അതിൻ്റെ ആന്തരിക മർമ്മങ്ങളെ ഗ്രഹിക്കുവാൻ നമ്മൾ ശ്രമിക്കുകയും ചെയ്യുമ്പോൾ ദൈവത്തിൻ്റെ ആത്മാവ് നമ്മിൽ ഇടപെട്ടിട്ട് നമുക്കത് മനസ്സിലാക്കുവാനായിട്ട് സാധിക്കുന്നു. അപ്പോൾ അതുകൊണ്ട് ഈ 5-ാം അധ്യായം ഇന്ന് വായിച്ച് നമ്മൾ ധ്യാനിക്കുക. പല പ്രാവശ്യം ആ 19 മുതലുള്ള വാക്യങ്ങൾ പല പ്രാവശ്യം ആവർത്തിച്ച് വായിക്കുക, നിർത്തി ചിന്തിക്കുക. അപ്പോൾ നമുക്കതിൻ്റെ കുറേ കാര്യങ്ങളെങ്കിലും ആന്തരികമായിട്ട് മനസ്സിലാക്കാൻ പറ്റും. ഞാൻ ആദ്യമേ യോഹന്നാൻ്റെ സുവിശേഷത്തിൻ്റെ പ്രത്യേകത ഇതാണ്. മറ്റു സുവിശേഷങ്ങളൊക്കെ കുറച്ചുകൂടെ നമുക്ക് എളുപ്പമായിരുന്നു. കാരണം അതെല്ലാം ഉപമകളും സാദൃശ്യങ്ങളും കർത്താവ് ചെയ്തതായ സംഭവങ്ങളുടെയൊക്കെ ഒരു വിവരണമായിരുന്നെങ്കിൽ യോഹന്നാൻ്റെ സുവിശേഷമെല്ലാം ദൈവശാസ്ത്രപരമായ ചിന്തയാകുന്നുവെന്ന് ഞാൻ ആമുഖത്തിൽ പറഞ്ഞതുകൊണ്ടാണ്. അപ്പോൾ ആ രീതിയിൽ ഇതിൻ്റെ ഓരോ വാക്യങ്ങളും അനേകവട്ടം വായിക്കുകയും ധ്യാനിക്കുകയും ചിന്തിക്കുകയും ചെയ്യുക. ഓരോ വാക്യങ്ങളും ഏറെ സമയം നമുക്ക് പറയുവാനുണ്ട്. അതിനിപ്പോഴത്തെ സമയം അനുവദിക്കാത്തത് കൊണ്ട് ഇപ്പോൾ മനസ്സിലാകുന്ന രീതിയിൽ ഇത് 2-3 വട്ടം ആവർത്തിച്ച് വായിച്ച് അതിൻ്റെ അർത്ഥങ്ങളെ ഗ്രഹിക്കുവാൻ നമ്മൾ ശ്രമിക്കുക. അതനുസരിച്ച് പുത്രൻ തമ്പുരാൻ പരിശുദ്ധ ത്രിത്വത്തിൽ ഒരുവനാണെന്നുള്ള പൂർണ്ണവിശ്വാസത്തോടെ അവനിൽ വീണ്ടും ജനിച്ചവരായ നമ്മൾ ആ സത്യത്തിലും ആ ദൈവാനുഭവത്തിലും തുടർന്ന് ജീവിപ്പാൻ നമ്മെ തന്നെ പൂർണ്ണമായി നമുക്ക് സമർപ്പിക്കാം. അതിന് ദൈവത്തിൻ്റെ പരിശുദ്ധാത്മാവ് നമ്മെ സഹായിക്കട്ടെ. മറ്റുള്ളവരോട് കൂടി വേദപുസ്തകം വായിക്കുവാൻ നിങ്ങൾ പ്രേരിപ്പിക്കുക. അത് അവർക്കും നിങ്ങൾക്കും നമുക്കെല്ലാവർക്കും അനുഗ്രഹത്തിന് മുഖാന്തരമായി ഭവിക്കുമെന്ന കാര്യം ഒരിക്കൽ കൂടി ഓർമ്മപ്പെടുത്തുന്നു. അതുപോലെ രോഗികളായിട്ടും മാനസിക സമ്മർദ്ദങ്ങൾ അനുഭവിക്കുന്ന നമ്മുടെ അറിവിലും നമ്മൾ ആവശ്യപ്പെടുന്നവരെയൊക്കെ ദൈവകരങ്ങളിൽ സമർപ്പിച്ച് നമ്മൾ പ്രാർത്ഥിക്കുക. നല്ലൊരു ശുഭദിനം എല്ലാവർക്കും ആശംസിക്കുന്നു. ദൈവനാമം മാത്രം മഹത്വപ്പെടട്ടെ.